തമിഴ്നാട് പന്തല്ലൂരിൽ 3 വയസ്സുകാരിയെ ആക്രമിച്ചു കൊന്ന പുലിയെ കണ്ടെത്തി. കുങ്കിയാനയുമായുള്ള തെരച്ചിലിനിടെ പന്തല്ലൂർ ആംബ്രൂസ് വളവിന് സമീപത്തെ ചതുപ്പ് പ്രദേശത്താണ് പുലിയെ കണ്ടത്. പുലിയെ പിടികൂടാൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഗൂഡല്ലൂർ വയനാട് പാതയിലെ നാട്ടുകാരുടെ ഉപരോധ സമരം ഇപ്പോഴും തുടരുന്നുണ്ട്. പുലിയെ വെടിവെച്ച് കൊന്നാൽ മാത്രമേ പ്രതിഷേധം അവസാനിപ്പിക്കൂ എന്ന നിലപാടിലാണ് നാട്ടുകാർ. മേഖലയിൽ വീണ്ടും പുലിയുടെ ആക്രമണം ഉണ്ടായി. പന്തല്ലൂരിലെ പുലി ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഗൂഡല്ലൂർ, പന്തല്ലൂർ താലൂക്കുകളിൽ വ്യാപാരി സംഘടന ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണമാണ്. സമീർ ബിൻ കരീം നൽകും പന്തല്ലൂരിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ. സമീർ, നേരത്തെ തന്നെ പുലിയെ എവിടെ ആ മേഖലയിൽ കണ്ടെത്തിയെന്ന വാർത്ത വന്നിരുന്നു. അല്പസമയം മുൻപാണ് ആ വാർത്ത വന്നത്. എന്താണ് നിലവിലെ സാഹചര്യം? ഈ പുലിയെ പിടിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ടല്ലോ അല്ലേ? പ്രജിൻ, തീർച്ചയായും ഈ പന്തല്ലൂർ ആംബ്രൂസ് വളവിന് സമീപത്തുള്ള ഇപ്പോൾ പൂർണ്ണമായും വനം വകുപ്പ് തന്നെ ഈ പുലിയെ കണ്ട ഭാഗത്ത് നിന്നും ഇപ്പോൾ പോകുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നേരത്തെ അല്പസമയം മുന്നെയാണ് ഉദ്യോഗസ്ഥർ ഈ ഭാഗത്തേക്ക് എത്തിയത്. ഈ ചതുപ്പ് കേന്ദ്രീകരിച്ച് വനം വകുപ്പിനൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാവരും ഇവിടെ പുലിയെ മയക്കുപൊടി വെക്കാനുള്ള ഒരു ശ്രമത്തിലാണ് നിലവിലുള്ളത്. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളെല്ലാം തന്നെ ഇവിടെ ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ മറുഭാഗത്ത് പുലിയെ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധവും തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി ഈ പ്രദേശവാസികളോട് സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവരുടെ പ്രധാനപ്പെട്ട ഒരാവശ്യം എന്ന് പറയുന്നത് ഈ 6 പേരെ ആക്രമിക്കുകയും അതോടൊപ്പം തന്നെ ഒരു കുട്ടിയെ കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്ന ഈ പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടണം, അല്ലെങ്കിൽ കൊലപ്പെടുത്തണം എന്നുള്ളതാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം. ഈ ആവശ്യം നടക്കുന്നത് വരെ സമരം തുടരുമെന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ വ്യക്തമാക്കുന്നത്. ഇതിന്റെ ഭാഗമായി നിലവിൽ ഈ ഗൂഡല്ലൂർ വയനാട് പാത ഇപ്പോൾ നാട്ടുകാർ ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം ആരംഭിച്ച ഉപരോധം ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. ഈ ഭാഗം പൂർണ്ണമായും ഗതാഗതം സ്തംഭിച്ച ഒരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ ഈ പന്തല്ലൂർ ഗൂഡല്ലൂർ താലൂക്കിൽ ഇന്ന് ഹർത്താൽ നടക്കുന്നുണ്ട്. വലിയൊരു ജനപിന്തുണയാണ് ഈ ഹർത്താലിനുള്ളത്. രാഷ്ട്രീയ ഭേദമന്യേ നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് ഈ ഒരു ഹർത്താൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഈ പുലിയെ പിടികൂടാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് വനം വകുപ്പും ഒപ്പം തന്നെ മറ്റുള്ള നാട്ടുകാരും എല്ലാവരും തന്നെ നിലവിലുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ജില്ലാ പോലീസ് മേധാവിയോട് നാട്ടുകാർ അവിടെ ആശങ്ക പങ്കുവെക്കുകയാണ്. കാരണം വർഷങ്ങളോളമുള്ള അവരുടെ ഒരു പരാതിയും അവരുടെ ഒരു പ്രശ്നമാണ് ഈ വന്യമൃഗ ശല്യം എന്നുള്ളത്. ഈ നിലവിൽ ഈ ഡിസംബർ 19 മുതലാണ് നിലവിൽ കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയെ കൊലപ്പെടുത്തിയിരിക്കുന്ന ഈ പുലിയുടെ ഈ ശല്യം ഈ പ്രദേശത്ത് തുടങ്ങുന്നത്. തുടർന്ന് 6 പേരെയാണ് ഈ പുലി ഈ ഡിസംബർ 19 മുതൽ ഇന്ന് വരെയുള്ള ദിവസങ്ങളിൽ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്നലെ വൈകുന്നേരമാണ് ഈ 3 വയസ്സുകാരിയായിട്ടുള്ള നാൻസിയെ ഈ പുലി ഈ കുട്ടി അംഗൻവാടിയിൽ നിന്നും വരുന്ന വഴി പുലി കടിക്കുകയും തുടർന്ന് കുട്ടിയെ വലിച്ചിഴച്ച് മീറ്ററുകളോളം പുലി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് നാട്ടുകാർ നടത്തിയ തിരച്ചിലാണ് ഈ പിഞ്ചു കുഞ്ഞിന്റെ മൃതദേഹം ഈ എസ്റ്റേറ്റിൽ നിന്നും കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ തുടങ്ങിയ പ്രതിഷേധമാണ് ഇപ്പോഴും തുടർന്നു പോരുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ ഈ കുട്ടിയെ കൊലപ്പെടുത്തിയതിനു ശേഷം പുലി ഒരു മഞ്ജുള എന്ന് പറയുന്ന ഒരു സ്ത്രീയെയും കടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സ്ത്രീയുടെ കഴിക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. അവർ ഇപ്പോൾ പന്തല്ലൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയിലും കഴിയുകയാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഏതാനും ദിവസമായി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ തിരച്ചിൽ നടത്തുന്നുണ്ട്. ഈ ഡ്രോൺ ഉപയോഗിച്ചും അതോടൊപ്പം തന്നെ ഈ നിലവിൽ കുങ്കിയാനയെ ഉപയോഗപ്പെടുത്തിയുമാണ് നിലവിൽ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഇന്ന് ഏതാണ്ട് ഒരു മണിക്കൂർ മുന്നേ കുങ്കിയാനക്കൊപ്പമുള്ള തിരച്ചിലിലാണ് ഈ പുലിയെ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പ്രധാനമായും ഈ പന്തല്ലൂരിൽ പുലി ആക്രമണം ഉണ്ടായിരിക്കുന്ന സ്ഥലത്ത് നിന്നും ഏതാനും 1/2 കിലോമീറ്ററോളം അകലെയുള്ള ഒരു ഭാഗത്തുള്ള ആംബ്രൂസ് വളവ് എന്ന് പറയുന്ന ഭാഗത്താണ് നിലവിൽ ഈ പുലിയെ കണ്ടെത്തിയിരിക്കുന്നത്. സമീർ, നമ്മള് നേരത്തെ ഈ വാഗയിലൊക്കെ കടുവയിറങ്ങിയ സമയത്ത് അതിനെ പിടികൂടിയത് ഈ വനമേഖലയിലേക്ക് അത് പോവുകയും അവിടെ തെരച്ചിൽ നടത്തിയതിനെ പിടികൂടുകയൊക്കെ ആയിരുന്നു. പക്ഷെ ഇതിപ്പോൾ ഈ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്, ഇത് ജനവാസ മേഖലയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ കുങ്കിയാനയുമായി പോകുമ്പോൾ ഈ പുലിയെ കണ്ടതും ഈ തേയിലത്തോട്ടത്തിന് നടുവിൽ വെച്ചാണ്. അവിടെ തൊഴിലാളി ലയങ്ങളുണ്ട്, ഇപ്പോഴും നാട്ടുകാരെയും ഒക്കെ അവിടെ കാണാം. അതിനിടയിൽ ഈ പുലിയെ പിടികൂടുക എന്നത് ഏറെ ശ്രമകരമല്ലേ? ഈ തേയിലത്തോട്ട കാടുകൾക്കിടയിൽ പുലി ഒളിച്ചിട്ടുണ്ടാകും എന്നാണോ ഈ ഉദ്യോഗസ്ഥരുടെയൊക്കെ ഒരു നിഗമനം? തീർച്ചയായും ഈ ഉദ്യോഗസ്ഥർക്കൊപ്പം പുലിയെ കണ്ട നാട്ടുകാർ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ചേട്ടാ, എപ്പോഴായി പുലിയെ കണ്ടത്?
സമീർ ബിൻ കരീമാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പന്തല്ലൂരിൽ നിന്നാണ് തത്സമയ വിവരങ്ങളും ദൃശ്യങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. 24 അവിടെ പുലിയെ പിടിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അല്പസമയം മുൻപാണ് ഈ കുങ്കിയാനകളുമായി തെരച്ചിലിറങ്ങിയ സംഘം പുലിയെ സ്പോട്ട് ചെയ്തത്. പക്ഷേ പിന്നീട് ഒരു ചതുപ്പ് കാട്ടിലേക്ക് അത് പോവുകയായിരുന്നു പുലി. പിന്നീട് ഇപ്പോൾ തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. മയക്കുവെടി വെച്ച് പിടിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ദൃശ്യങ്ങൾ ഇപ്പോൾ കാണുന്നത് നാട്ടുകാരുടെ പ്രതിഷേധ സമരമാണ്. അവർ റോഡ് ഉപരോധിച്ച് അവിടെ പ്രതിഷേധിക്കുന്നുണ്ട്. പുലിയെ വെടിവെച്ച് പിടിക്കാതെ കൊല്ലാതെ ഉപവാസ സമരം അല്ലെങ്കിൽ ഈ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. അവരുടെ സമരം ഇപ്പോഴും തുടരുകയാണ്. അതിനിടെ പുലി മറ്റൊരു സ്ത്രീയെ ആക്രമിച്ചതും നാട്ടുകാരിൽ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ശക്തമായ സമരവുമായി നാട്ടുകാർ ഇപ്പോൾ രംഗത്തുള്ളത്. എന്തായാലും പുലിയെ പിടികൂടുക അത് ശ്രമകരമായ ദൗത്യമാണ് ഈ ഘട്ടത്തിൽ എന്ന് പറയുന്നുണ്ട്. എന്തായാലും പുതിയ വിവരങ്ങളും ദൃശ്യങ്ങളുമായി തിരികെ എത്താം ഈ വാർത്ത.